ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സം യൂണിവേഴ്സിറ്റി എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 2024 അഡ്മിഷൻ എടുക്കുന്നവരെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷനാണ്. 3 ഇയർ LLBയുടെയും 5 ഇയർ LLBയുടെയും ഫസ്റ്റ് സം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് സപ്പോർട്ടേഴ്സ് ഇത്തവണത്തെ ഫസ്റ്റ് അവരുടെ ജീവിതത്തിലെ ഫസ്റ്റ് LLB യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഒരു ചാനലിലൂടെ നമ്മളൊരു വീഡിയോ സീരീസ് നമ്മൾ തുടങ്ങാൻ പോവാണ്. അതുപോലെ തന്നെ LLB സബ്ജക്ട്സിൻ്റെ ക്ലാസ്സുകളെ പറ്റും, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എക്സാം എങ്ങനെ എഴുതണം, എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അതിൻ്റെ ട്രിക്സ് ഹാക്സിനെ പറ്റിയുള്ളൊരു വീഡിയോ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മൾ ഇനിയും വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ നമുക്ക് ആദ്യം 3 ഇയർ LLBയുടെ ഫസ്റ്റ് സം ടൈം ടേബിൾ നമുക്ക് നോക്കാം. ജൂൺ 17 തുടങ്ങുന്നത്. ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ആണ്, പിന്നെ ടോർട്ടാണ്. ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത് ലീഗൽ ലാംഗ്വേജ് ആണ്. ഒരു അത്യാവശ്യം ഈ 2 ദിവസം വെച്ച് ഗ്യാപ്പ് ഓരോ എക്സാം വെച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് 5 ഇയറിൻ്റെ ഫസ്റ്റ് സം എക്സാമിനേഷൻ നോക്കാം. ആദ്യം വരുന്ന 4 സബ്ജക്റ്റുകളും ഇംഗ്ലീഷും പിന്നെ അതുപോലെ തന്നെ 3 മാനേജ്മെൻറ്റ് പേപ്പറാണ്. ജൂൺ 18 സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ 30 ടോർട്ടും അതുപോലെ തന്നെ 2 കോൺട്രാക്റ്റും ആണ് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു LLB യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പോണ കുട്ടികൾക്ക് ഇത് എങ്ങനെ എഴുതണം, ഏത് രീതിയിൽ എഴുതണം, എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ബുക്സ് റെഫർ ചെയ്യാം, അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഫസ്റ്റ് സെമ്മിലെ പ്രധാനപ്പെട്ട സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മിനെ ഹോട്ടായിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു എടുത്ത് തരുന്ന ഒരു ക്ലാസ്സുകൾ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു യൂണിവേഴ്സിറ്റി LLB സെമസ്റ്റർ എക്സാമിനേഷൻ, അതിപ്പോൾ 3 ഇയർ LLB ആയിക്കോട്ടെ 5 ഇയർ LLB ആയിക്കോട്ടെ, പ്രിപ്പയർ ചെയ്യുന്നവർ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സിലബസ് അനലൈസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ആ സിലബസ് നിങ്ങൾ നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളിപ്പോൾ തൃശ്ശൂരൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു കലണ്ടർ ബുക്ക് ഉണ്ട്. ആ കലണ്ടർ ബുക്ക് മറച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സെമ്മിലും ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം അതിൻ്റെ ഓരോ സബ്ജക്റ്റിന് ഡീറ്റെയിൽ സിലബസ് കിട്ടും. ഇപ്പോൾ നമുക്ക് സൈറ്റിലൂടെയും അല്ലാതെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കിട്ടുമോ, നമ്മുടെ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ എന്തായാലും ഡീറ്റെയിൽ സിലബസ് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷം പുതിയതായിട്ട് പുത്തൻ സിലബസ് എന്ത് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സിറ്റി പുതിയ നിയമങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള അത് റീവാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ PDF നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റുകളിലും മൊഡ്യൂൾ വൈസ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെ ടോപ്പിക്സാണ് നോക്കേണ്ടത് എന്നുള്ളത് ഓരോ മൊഡ്യൂൾ വെച്ച് തിരിച്ചു. അപ്പോൾ ഓരോ മൊഡ്യൂളും നിങ്ങൾ നോക്കുക, ആ മൊഡ്യൂളിൽ എന്തൊക്കെ ടോപ്പിക്സാണ് കവർ ചെയ്യുന്നത് നോക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക. ഓക്കെ, ഒരു 2-3 ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ഒക്കെ എഴുതാൻ പോകുന്ന ഒരു കഴിഞ്ഞൊരു 3 വർഷത്തെ ഒരു പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഏതൊക്കെ തരം ചോദ്യങ്ങളാണ് വരുന്നത്, എന്ത് രീതിയിലാണ് ചോദിക്കുന്നത്, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാര്യങ്ങൾ സ്ട്രാറ്റജൈസ് എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ചെയ്യേണ്ട സിലബസ് അനലൈസ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഡീറ്റെയിൽ സിലബസ് മൊഡ്യൂൾ വൈസ് നിങ്ങൾ നോക്കി ടോപ്പിക്സ് സ്കെച്ച് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിന് മുന്നേ എങ്ങനെയാണ് ഈ സെമസ്റ്റർ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ എങ്ങനെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് കേസ് പ്രോബ്ലം ആൻസർ ചെയ്യേണ്ടത്, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ വീഡിയോസ് നമ്മൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കിടപ്പുണ്ട് ആ വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യു ക്യാൻ ഡെഫിനറ്റ്ലി വാച്ച് ദോസ് വീഡിയോസ്. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുക. ഈ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഓരോ സബ്ജക്റ്റും 100 മാർക്കാണ്, 25 മാർക്ക് ഇൻറ്റേർണൽ മാർക്കാണ് ഇല്ലേ, പിന്നെ ബാക്കി 75 മാർക്കാണ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിനേഷനിലൂടെ നമ്മൾ എഴുതിയെടുക്കുന്നത്. അപ്പോൾ 25 മാർക്കിൽ ഒട്ടുമിക്ക ആൾക്കാർ ഇൻറ്റേർണൽ മാർക്സ് ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇൻറ്റേർണൽ മാർക്സ് കയ്യിലുണ്ട്. അപ്പോൾ ഒരു 18 മാർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി എത്ര എഴുതി മേടിക്കണം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പിന്നെ 32 മാർക്ക് നമ്മൾ എഴുതി മേടിക്കണം. കാരണം 50 പാസ് മാർക്ക്. ഓക്കെ, അപ്പോൾ 18 ഇൻറ്റേർണലിൽ ബാക്കി 32 എഴുതി വാങ്ങണം. 25 ഇൻറ്റേർണൽ ഉണ്ടെങ്കിൽ 25 എഴുതി മേടിച്ചാൽ മതി. 50 പാസ് മാർക്ക്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ എത്രയാണ് ഇൻറ്റേർണൽ മാർക്ക് ഉള്ളത് അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻസ് നിങ്ങൾ സ്ട്രാറ്റജൈസ് ചെയ്യുക. ഇപ്പോൾ ഇൻറ്റേർണൽ മാർക്ക് നല്ല കുറവാണ്, 12, 10, 13 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്റ്റേണലിൽ ഈ വരുന്ന യൂണിവേഴ്സിറ്റി എക്സാമിന് എക്സ്ട്രാ എഫേർട്ട് ഇടണം. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുമല്ലോ പാസ്സായി പോകാൻ പറ്റുള്ളൂ. ഓക്കെ, വലിയ ഡീലുള്ളതൊന്നുമല്ല, നമുക്ക് അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഓരോ സെമ്മും പാസ്സായി പോകാമെന്നുള്ളൂ. ഓക്കെ, അടുത്ത നമുക്ക് എന്ത് ചെയ്യുക, സ്കെച്ച് ഔട്ട് ടോപ്പിക്സ് സ്കെച്ച് ഔട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് നോക്കുക, ഡീറ്റെയിൽഡ് സിലബസ് മൊഡ്യൂൾ വൈസ് സിലബസ് നോക്കുക, ടോപ്പിക്സ് എടുക്കുക, എന്നിട്ട് അതിരുന്ന് വൃത്തിക്ക് ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഇരുന്ന് പഠിക്കുക. പിന്നെ എന്ത് ചെയ്യണം, ബുക്സ് നമ്മൾ പഠിക്കാൻ എന്തായാലും നമുക്ക് ബുക്സ് വേണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെക്ചർ നോട്ട്സ് ഉണ്ട്. അപ്പം നമ്മൾ ടീച്ചർ തന്ന ലെക്ചർ നോട്ട്സ് എന്ത് ചെയ്യാം, നമുക്ക് റെഫർ ചെയ്യാം. പിന്നെ ബുക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ലൈബ്രറി കാർഡ് ഉണ്ട്. നമുക്ക് ആ ലൈബ്രറി പോയി കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബുക്സ് അവിടെ ഇരിപ്പുണ്ടാവും. അതിലിപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഞാൻ പൊതുവേ പ്രിസ്ക്രൈബ് എന്ന് വെച്ചാൽ ഇന്ത്യൻ ഓതേഴ്സിൻ്റെ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യുക, ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ച് വായിച്ചെടുക്കാൻ കുറച്ചും എളുപ്പമായിരിക്കും. ഓക്കെ, ഇന്ത്യൻ ഓതേഴ്സിൻ്റെ ഇപ്പോൾ അവതാർ സിംഗ്,
മൈനേനി ഇതുപോലുള്ളവരൊക്കെ ബുക്സ് ആണെങ്കിൽ അലഹബാദ് ലോ ഏജൻസിയുടെ ബുക്കുകൾ അതുപോലെ തന്നെ സെൻട്രൽ ലോ ഏജൻസിയുടെ ബുക്സൊക്കെ അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിച്ച് നമുക്ക് എടുക്കാൻ. നമുക്ക് ഇന്ത്യൻ ഓതേഴ്സിൻ്റെ ബുക്ക് ഫോളോ ചെയ്യുന്ന കുറച്ചും കൂടി ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന, ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് ഫോറിൻ ഓതേഴ്സ് വെൽ ആൻഡ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു ബിഗിനറെ സംബന്ധിച്ച് സ്റ്റാർട്ടറെ സംബന്ധിച്ചോളം ഇന്ത്യൻ ഓതേഴ്സിൻ്റെ ബുക്കാകുമ്പോൾ കുറച്ചുകൂടി വായിച്ചെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ അനിൽ കെ നായർ ഗൈഡ് ഉണ്ടാവും, അതില്ലാത്ത ഒരാളുണ്ടാവില്ല. ബട്ട് നിങ്ങളുടെ സ്റ്റഡീസ് അനിൽ കെ നായർ ഗൈഡിലേക്ക് മാത്രം ഒതുങ്ങരുത്. എപ്പോഴും നമ്മൾ എക്സ്ട്രാ റീഡിങ് വേണം. പുറത്ത് നല്ല നല്ല ബുക്സൊക്കെ റെഫർ ചെയ്തിട്ട് അതിൽ നിന്ന് പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട്സ് ഉണ്ടാക്കി പഠിക്കണം. അത് എക്സാമിന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് എന്തെങ്കിലും നല്ല മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ്, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തും ഞാൻ ഇപ്പോഴും റെഫർ ചെയ്യാറുള്ള രേഖ സൂര്യറാവുവിൻ്റെ ബുക്സ്. ഓക്കെ, രേഖ സൂര്യറാവുവിൻ്റെ ബുക്സുകളുണ്ട്. എല്ലാത്തിലും കോൺട്രാക്ട് ഉൾപ്പെടെയുള്ള എല്ലാത്തിലും അവർ ബുക്സ് ഇറക്കുന്നത് രേഖ സൂര്യറാവു. ഓക്കെ, അപ്പോൾ അവരുടെ ബുക്സ് അത്യാവശ്യം നല്ല ഒരു എളുപ്പമുള്ള ലാംഗ്വേജാണ്, വളരെ വൃത്തിക്ക് കൊടുത്തിട്ടാണ് ഉണ്ടാവുന്നത്. സെക്ഷൻസിലൊക്കെ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ, ബാക്കി അത്യാവശ്യം ലാംഗ്വേജ് ഒക്കെ എളുപ്പമാണ്. ഒരു ബിഗിനർ, ഒരു ഫസ്റ്റ് സെം ആദ്യമായിട്ട് LLB സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്നവർക്ക് രേഖ സൂര്യറാവുവിൻ്റെ ബുക്സൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫോളോ ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞു മൈനേനി, സെൻട്രൽ ലോ ഏജൻസി ബുക്സ്, അലഹബാദ് ലോ ഏജൻസിയുടെ ബുക്സ് ഉണ്ട്. അവരൊക്കെ ബുക്സൊക്കെ അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യുക, വായിച്ച് ഗ്രഹിച്ച് എടുക്കാൻ പറ്റുന്ന ബുക്സാണ്. പിന്നെ നല്ല ഹൈ ലെവലിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ലെക്സിസ് നെക്സസിൻ്റെ ബുക്ക് നിങ്ങൾക്ക് നോക്കാം. ലെക്സിസ് നെക്സസ് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ഹൈ ലെവൽ ബുക്സുകളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാമൊക്കെ എഴുതുന്ന യു ക്യാൻ റെഫർ ലെക്സിസ് നെക്സസ് ബുക്ക്. നല്ല ഒരു ലെവലിൽ നിങ്ങൾക്ക് പരീക്ഷ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ലെക്ചർ നോട്ട്സ്. നമ്മളെല്ലാം ക്ലാസ് ശ്രദ്ധിച്ചപ്പോൾ ലെക്ചർ നോട്ട്സ് എഴുതിയെടുത്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ഫസ്റ്റ് സമയമെങ്കിലും നമ്മൾ ലെക്ചർ നോട്ട്സ് എഴുതിയെടുത്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഫർ ചെയ്യാൻ പറ്റും. പിന്നെ ഗീവ് ഇമ്പോർട്ടൻസ് ടു കേസസ്, സെക്ഷൻസ്, ഇല്ലൂസ്ട്രേഷൻസ് ആണ് നമ്മൾ എഴുതുന്ന LLB സെമസ്റ്റർ എക്സാമിനേഷൻസ് ആണ്. അപ്പോൾ എക്സ്പ്ലനേഷനെക്കാട്ടി നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ എക്സ്പ്ലനേഷൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ കേസുകളെ പറ്റി നിങ്ങൾ എഴുതണം. ധാരാളം കേസുകൾ, ഇപ്പോൾ ഒരു ടോപ്പിക് എടുത്ത് അതിലുള്ള ലാൻഡ്മാർക്ക് കേസുകളുണ്ട്. ഓക്കെ, കേസുകൾ നമ്മൾ പഠിച്ചിരുന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കേസ് പ്രോബ്ലംസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ LLB സെമസ്റ്റർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറെ പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൽ പാർട്ട് B സെക്ഷൻ എന്ന് പറയുന്നത് കേസ് പ്രോബ്ലംസ് ആണ്. 2 ചോദ്യമാണ്, 3 ചോദ്യങ്ങളിൽ 2 ചോദ്യം ആൻസർ, മൊത്തം 20 മാർക്കാണ്. ആ 20 മാർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കേസുകൾ പഠിക്കണം. കാരണം നമ്മൾ പഠിച്ച കേസ് വെച്ചിട്ടാണ് കേസ് പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ കേസുകൾ, സെക്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കോൺട്രാക്റ്റിലൊക്കെയാണ് ഇഷ്ടം പോലെ സെക്ഷൻസ് ഉണ്ട്, സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ്. പിന്നെ ഇല്ലൂസ്ട്രേഷൻസ്, A B സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഇല്ലൂസ്ട്രേഷൻസ് എഴുതിയാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് കിട്ടും. പിന്നെ എന്ത് ചെയ്യണം, അടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ല്, നമ്മൾ ഈ LLB പഠിച്ച് കഴിയുന്നവരെ നമ്മൾ സ്റ്റഡി ഹൗ ടു ആൻസർ എ കേസ് പ്രോബ്ലം. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് പോയി നിങ്ങൾക്ക് കിട്ടും എങ്ങനെയാണ് കേസ് പ്രോബ്ലം ആൻസർ. അപ്പോൾ നമ്മുടെ സെമസ്റ്റർ എക്സാമിന് 3 സെക്ഷൻസ്, A സെക്ഷനുണ്ട്, B സെക്ഷനുണ്ട്, C സെക്ഷനുണ്ട്. A സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആണ്. B സെക്ഷൻ എന്ന് പറയുന്നത് കേസ് പ്രോബ്ലംസാണ്, 3 ക്വസ്റ്റൻ തന്നിട്ട് 2 ക്വസ്റ്റൻ ആൻസർ ചെയ്യാം. C സെക്ഷൻ എന്ന് പറയുന്നത് essay ക്വസ്റ്റൻസാണ്, 3 ക്വസ്റ്റൻ തന്നിട്ട് അതിൽ 4 ക്വസ്റ്റൻ ഉണ്ടാവും, അതിൽ 2 ആൻസർ. അത് ഓരോ ക്വസ്റ്റിനും 12.5 മാർക്കാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കേസ് പ്രോബ്ലം ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഒരു യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. റെഫർ ചെയ്യേണ്ട ബുക്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എടുത്ത് കളക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, വളരെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാൻ നമ്മൾ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സെം എക്സാമൊക്കെ നമ്മൾ എഴുതാൻ പോകുമ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങുന്ന കുറച്ച്. കാരണം ആദ്യമായിട്ട് പഠിക്കുമ്പോൾ ഇത് എങ്ങനെ പഠിക്കണം ഒരുപാട് ഇതുണ്ടാവും. പിന്നെ അങ്ങോട്ട് നമ്മൾ പോയി കഴിഞ്ഞ് 1-2 സെമ്മ കഴിയും, പിന്നെ നമുക്ക് റൊട്ടീൻ പ്രൊസീജിയർ ആവും, നമുക്ക് പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് സെമ്മൊക്കെ എല്ലാവരും അതിനുപോയി മാർക്കൊക്കെ മേടിച്ച് റാങ്ക് ഹോൾഡേഴ്സ് ആവട്ടെ. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ടൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഇത് വളരെ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു. കൂടുതൽ വീഡിയോസായിട്ട് നമ്മൾ വരുന്നുണ്ട്.